എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കളറാണ് ഈ ഒരു പോർഷൻ. എനിക്ക് ഈ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടമാണ്, കളർഫുൾ. ഫസ്റ്റ് സോപ്പ് ഇടുന്നു, പിന്നെ അത് റിൻസ് ചെയ്ത് കളയുന്നു. ഇത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് സോപ്പിംഗ് ആണിത്. ആൻഡ് ഇതും റിൻസ് ചെയ്യുന്നു. ഇതൊക്കെ എന്തിനാ ഇപ്പൊ വീഡിയോ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഇതൊന്നും ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല. ഉണ്ടായിരിക്കും കേട്ടോ, നാട്ടിലും കാർ വാഷൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും അല്ല. ഞാൻ ചെയ്തിട്ടില്ല. വീട്ടിലുണ്ടായിരുന്ന വണ്ടി ഞങ്ങളെപ്പോഴും കഴുകാറാണ് വരിക. അല്ലെങ്കിൽ പിന്നെ വാട്ടർ ജസ്റ്റ് അങ്ങനെ കഴുകാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പുറത്ത് കൊടുക്കാറുള്ളൂ. ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്, ഷൈനിങ്, കുറച്ച് തിളക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം കയറി വരുമ്പം തന്നെ നമ്മുടെ വണ്ടിയുടെ അടിഭാഗം ക്ലീൻ ചെയ്യുന്നൊരു സെറ്റപ്പ് ഉണ്ട്. ആൻഡ് ഒരു റിൻസ് കൂടെ കാണും. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചല്ലാടോ പ്രത്യേകം. അടപ്പടി ചെളിയായിരുന്നു, കുറച്ച് ദിവസമായിരുന്നു ഞാൻ കഴുകിയിട്ട്. ഇനിയിപ്പം മുന്നോട്ട് പോകാൻ പറയും. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പം അവിടെ മറ്റേ നമുക്ക് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ഫാൻ ഉണ്ട്. അവിടെ നമ്മൾ വണ്ടി ചെന്ന് നിൽക്കുമ്പോൾ തൊട്ട് 60 seconds ആണ് ടൈം. കണ്ടോ, 60. എന്നാ ശക്തിയാണെന്നറിയാമോ കാറ്റിന്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ വണ്ടി കഴുകി നല്ല കുട്ടപ്പനായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. നാളെ എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് വണ്ടിയൊന്ന് കഴുകി സെറ്റപ്പ് ആകണ്ടോ. വണ്ടി തിളങ്ങണ കണ്ടോ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഈ വണ്ടിയുടെ ഔട്ട്ലുക്ക് കാണിക്കാം. അതേ, അപ്പോൾ അവസാനം ഞങ്ങൾ വീട്ടിലെത്തി. ആൻഡ് ഇതാണ് ഫൈനൽ ലുക്ക്. ആക്ച്വലി പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലീൻ ആവാറുണ്ട് കേട്ടോ. ഇത് ഈ സമ്മർ ആകുമ്പോൾ തന്നെ ഇവിടെ ഫുള്ളിങ്ങനെ ഈച്ചയാണ്. അതിൻ്റെ കുറച്ചുകൂടെ അവശേഷങ്ങളൊക്കെ ഉണ്ട്. അതർവൈസ് ഇറ്റ്സ് ക്ലീൻ. അങ്ങനെയുണ്ട്. സുന്ദരനായി. ആൻഡ് ദാറ്റ്സ് ഓൾ. അപ്പോൾ അത്രേ ഉള്ളൂ. എന്ത് തേങ്ങ.